ക്ഷാമ കേരളത്തിൽ നടക്കുന്ന ദളിത് കൊലപാതകങ്ങൾ ഇതിൽ പലതും തെളിയിക്കപ്പെടാതെ പോവുകയാണ്. നമ്മളിത് വളരെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഉത്തരേന്ത്യയിലെ പല ദളിത് കൊലപാതകങ്ങളും ഘോരഘോരം ഇവിടെ എടുത്തു വെച്ച് രാഷ്ട്രീയത്തിൻ്റെ മേമ്പൊടി ചാലിച്ച് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെയുള്ള CPM സർക്കാരും മറ്റുള്ളവരും ഉത്തരേന്ത്യൻ ദളിതരുടെ കാര്യത്തിൽ വളരെ വലിയ മാധ്യമങ്ങളും ആകാംക്ഷ പുലർത്തുന്ന ആൾക്കാരാണ്. അത് എടുത്തു പറയണം. പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ദളിത് കൊലപാതകങ്ങൾ, അത് നടക്കുന്ന രീതികൾ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പലപ്പോഴും കേരള പോലീസ് പോലും ഈ കേസിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേരളത്തിൽ. നമ്മുടെ വരാപ്പുഴയിലെ ശ്രീജിത്ത്, കെവിൻ്റെ വിഷയം അറിയാം. ദുരഭിമാന കൊല നടത്തിയ കെവിൻ്റെ വിഷയം നമുക്കറിയാം. കെവിനും നീനുവും, വാളയാർ പെൺകുട്ടികളുടെ വിഷയമുണ്ട്. ഇത്തരത്തിൽ മധുവിൻ്റെ വിഷയമുണ്ട്. ഇത്തരത്തിൽ മധുവിന് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കാൻ പോലും സർക്കാരിന് കാശില്ല എന്ന് പറഞ്ഞു വാദിച്ച ആഹാരത്തിന് വേണ്ടി. അതെ. അപ്പൊ അതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇങ്ങനൊരു കൊലപാതകം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവർക്ക് പോലും അറിയാത്ത. കാരണം ഞാൻ ഈ വാർത്ത ഈ ദളിത് കൊലപാതകത്തിന്റെ വാർത്ത ക്രോമിൽ തപ്പിയപ്പോൾ, അതായത് ഗൂഗിളിൽ തപ്പിയപ്പോൾ ഒരു വാർത്ത പോലും ഇല്ല. ഒരു വാർത്ത പോലും ഇല്ല. വാർത്തകൾ പോലും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കി. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഏരൂര് നടക്കുന്നതാണ്. 2020 ഒരു ഡിസംബർ 19 ഒരു ദളിത് ബാലൻ, 15 വയസ്സുകാരനായിട്ടുള്ള ഒരു ബാലൻ വാഴയുടെ കയ്യിൽ തൂങ്ങി മരിക്കുകയാണ്. പോലീസ് പറയുന്നതാണ്, വാഴയുടെ കയ്യിൽ തൂങ്ങി മരിച്ചു. ഈ പയ്യൻ എന്ന് പറയുന്ന ഒരു 19കാരനാണ്. ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പാവം പയ്യൻ. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ പയ്യനാണെങ്കിൽ 2020 ഡിസംബർ 19 സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ പയ്യന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട്. ഈ ഒഴിഞ്ഞ കെട്ടിടത്തിൽ അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ബീഡി വലിക്കാനായിട്ട് വരും. ആ ബീഡിയുടെ പുക ഇങ്ങനെ ഉയരുന്നത് കാണുമ്പോൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും അവിടെ ബീഡി വലിക്കാനായിട്ട് ഇവർ വരുന്നതാണെന്നും. അപ്പോൾ അന്ന് ഈ 15 വയസ്സുകാരൻ്റെ സഹോദരൻ ഇവനെ കളിക്കാൻ വിളിച്ചപ്പോൾ ഇവൻ പോയില്ല എന്ന് മാത്രമല്ല, ഇവൻ്റെ കൂട്ടുകാരെ വിളിച്ച് വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പയ്യൻ്റെ അമ്മ കേൾക്കുന്നത്, നിങ്ങളുടെ മകൻ ഇതാ ഒഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് ബീഡി വലിക്കുന്നു എന്നാണ് കേട്ടത്. ആ ഒഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് ബീഡി വലിക്കുന്നു എന്ന് ഇവൻ്റെ അമ്മ കേട്ടതും ഇവൻ്റെ അമ്മ അവിടെ ചെന്നു. കൂട്ടുകാരോടൊപ്പം ബീഡി വലിക്കുന്നു എന്ന് ചില നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ ഇവനെ കയ്യോടെ പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആ പയ്യൻ പറയുന്നു, ഇല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ പയ്യൻ പറയുന്നു. വലിയ പ്രശ്നമാകുന്നു. സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നം. ഒരു 15 വയസ്സുകാരൻ ബീഡി വലിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർ അത് ഏത് തലത്തിൽ എടുക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നമാകുന്നു. ആ പ്രശ്നങ്ങൾ അങ്ങനെ കഴിഞ്ഞ ശേഷം ഇവൻ്റെ വല്യമ്മ കാണുകയാണ്. അവൻ വീടിൻ്റെ ബാക്കിലൂടെ പിറകുവശത്തൂടെ പോകുന്നത് അവൻ്റെ വല്യമ്മ കാണുകയാണ്. പിന്നീട് ഈ ചെക്കനെ ആരും കണ്ടിട്ടില്ല. രാത്രിയായിട്ടും കാണാനില്ല. നാട്ടുകാർ അന്വേഷണം തുടങ്ങി, കൊണ്ടുപിടിച്ച അന്വേഷണമായി. നമ്മുടെ ഇപ്പോൾ ഓയൂരിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയില്ലേ, ആ രീതിയിലൊക്കെ നാട്ടുകാർ ഇടപെട്ട് വലിയ രീതിയിൽ അന്വേഷണമായി. അങ്ങനെ വലിയ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് എന്തോ അപകടം മനസ്സിലായി. പത്തനാപുരത്ത് ജോലിക്ക് പോയ ഈ കുട്ടിയുടെ അച്ഛനെ അമ്മ വിളിച്ചു വരുത്തുന്നു. അച്ഛനെ വിളിച്ചു വരുത്തിയ ശേഷം അന്വേഷിക്കുന്നു. പോലീസ് വന്ന് അന്വേഷിക്കുന്നു. പോലീസിനൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഒരു വാഴക്കൈയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായിട്ട് പോലീസ് കാണുന്നത്. പോലീസ് പറയുന്നത് ഇത് ആത്മഹത്യയാണ്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ഇത് ആത്മഹത്യയല്ല. അതുപോലാത്ത അതിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ദേഹത്ത് ചില പാടുകളുണ്ട്, പോസ്റ്റ്മോർട്ടത്തിലുണ്ട്, പാടുകളുണ്ട്. പോരാത്തതിന് ഈ കുട്ടിയുടെ പോലീസ് തന്നെ പറയുന്നതാണ്, ഇവൻ്റെ തൂങ്ങി നിൽക്കുന്ന ആ ഭാഗത്തൊന്നും ആത്മഹത്യ ചെയ്തതിൻ്റെ യാതൊരുവിധ ഇതും കാണാനില്ല. അല്ലെങ്കിൽ തന്നെയും വാഴക്കൈയിൽ ഒരു കുട്ടിക്ക് എങ്ങനെ അതും 30 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കുട്ടി ഒരു വാഴയിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്, വാഴയിലയിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. ശ്യാം അത് റിപ്പോർട്ട് ചെയ്ത ആളല്ലേ? ശ്യാം എന്തൊക്കെയാ കണ്ടത് അവിടെ? മരിച്ചത് പട്ടിയോ പൂച്ചയോ അല്ല, ഒരു കുട്ടിയാണ്. അത് ദളിത് കുട്ടി ആയതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാത്തത്. മനസ്സിലായോ? അതൊരു ദളിത് കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാത്തത്. ഇവിടെ അജണ്ടയുണ്ട്. അജണ്ട വെച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാനത് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഞാൻ എങ്ങനെയാണ് ഇത് അറിയുന്നതെന്ന് അറിയോ? എൻ്റെ നാടാണിത്. ശ്യാം അവിടെ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത് വരെ ഈ വാർത്ത ആരും തൊട്ടിട്ടില്ല. ഇത് 2020 ഡിസംബർ 19 നടക്കുന്ന സംഭവം. ഞാൻ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത് 2021 ജൂണിലാണ്. ജൂൺ 16 ഞാൻ ട്രാൻസ്ഫർ ആയി വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പിട്ടു. എൻ്റെ ഫോൺ നമ്പർ ഇട്ടിട്ട് പറഞ്ഞു, വാർത്താ പ്രാധാന്യമുള്ള എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞൊരു കുറിപ്പിട്ടു. അപ്പോൾ എന്നെ ഒരു കുട്ടി വിളിച്ചു.
ഒരു യുവാവ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ നാടാണ്, ഞാൻ അറിഞ്ഞില്ല. എന്റെ നാടാണ്, ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഒരു കുട്ടി തൂങ്ങി മരിച്ചു, ഞാൻ ആത്മഹത്യയാണെന്ന് ഞാനും കരുതി. ഇത് വാഴയിലാണ്, വാഴയുടെ ഇലയിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഇതിന്റെ 2 പിക്സ് എനിക്ക് അയച്ചു തന്നു ഈ വിളിച്ച ആള്. എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ചേട്ടാ ഇത് കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാനിത് കണ്ടുനോക്കിയപ്പോൾ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കുട്ടി വാഴയുടെ ഇലയിൽ ഇങ്ങനെ തൂങ്ങി മരിച്ച് നിൽക്കുകയാണ്. ഇത് എന്തെന്നും പറഞ്ഞവർ കാണിക്കുന്നേ. ഞാൻ അവിടെ ചെന്നു, ആ സ്ഥലത്ത് ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പം ഈ പയ്യനെ വിളിച്ച പയ്യൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇപ്പോഴും ആ വാഴ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ വാഴ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. 6 മാസത്തോളം പ്രായത്തിൽ ആ വാഴ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ വിളിച്ചു, അപ്പൊ ഈ കുട്ടി മരിച്ചപ്പോൾ ആ വാഴ എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാനതിന് അവിടെ ചെന്നപ്പോൾ ഈ പോലീസ് ഇത് അറുത്തോണ്ട് പോയ സാധനമുണ്ട്. ഇവരെന്താ ചെയ്തതെന്നറിയോ? ഇവർ ഉത്തരവാദിത്തം കാണിച്ചില്ല. കേരള പോലീസ് ഉത്തരവാദിത്തം കാണിച്ചില്ല. പോലീസ് ഉത്തരവാദിത്തം കാണിച്ചില്ല. ഇത് കറക്റ്റായിട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എടുത്ത് ഇത് തൂങ്ങി മരണമെന്നും പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ഇവർ പോലീസിനെ വിളിച്ച്, നമ്മളൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ പോലീസിനെ വിളിച്ചു, പിന്നെ സാറേ ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ, എന്താ സാറേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്ത് പറയും, അത് ഒരു കുട്ടി തൂങ്ങി മരിച്ചു, ആത്മഹത്യയായിരുന്നു കേട്ടോ. ആത്മഹത്യയായിരുന്നു. അവൻ പിന്നെ ബീഡി വലിച്ചു. അപ്പോൾ അവൻ്റെ അമ്മ വഴക്ക് പറഞ്ഞു, ആ വിഷമത്തിന് തൂങ്ങി മരിച്ചു. ഇത് ഇത്രേ പറയത്തുള്ളൂ ഇവർ. അപ്പൊ നമ്മളെന്ത് വിചാരിക്കും? സ്വാഭാവികമായിട്ടുള്ള സംഭവം തൂങ്ങി മരണമായിരിക്കും എന്ന് വിചാരിക്കും. നമ്മളത് ശരി, ഒരു കുട്ടി തൂങ്ങി മരിച്ചു, അതുപോലെ വാർത്ത എഴുതി വിടും. ഇതുപോലെ ഇന്നടത്ത് ഒരു കുട്ടി തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു, മാനസിക അമ്മ വഴക്ക് പറഞ്ഞ ദുഃഖത്തിൽ പിന്നെ കുട്ടി 10ാം ക്ലാസ്സുകാരൻ അമ്മ വഴക്ക് പറഞ്ഞ ദുഃഖത്തിൽ. നമ്മുടെ പേനയുടെ പ്രശ്നമാണിത്. പേന വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ എഴുതി വെക്കുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. ഞാനിത് 2021 ജൂണിൽ ഞാൻ അവിടെ ചെന്നു എനിക്കെന്നെ കഷ്ടം തോന്നി. കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ട്രിവാൻഡ്രത്തിരുന്ന ആളാണ്, ട്രിവാൻഡ്രത്തെ റിപ്പോർട്ടറായിരുന്നു. പോലീസ് എന്താ ഉത്തരവാദിത്തം കാണിക്കാത്ത? അവർ കറക്റ്റായിട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എഴുതിയില്ല. എന്തുകൊണ്ട് ഇൻക്വസ്റ്റ് എഴുതിയില്ല? ഇവര് ഇത് കാണിച്ചു. അപ്പൊ ഇത് ആർക്കും വേണ്ടിയല്ല, അവർക്ക് പണിയെടുക്കാൻ വയ്യ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവർക്ക് പണിയെടുക്കാൻ വയ്യ. ഞാനൊരു കാര്യം പറയട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പത്തനാപുരത്ത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം പത്തനാപുരത്ത് ഒരു പെൺകുട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായിരുന്നെന്ന് അറിയാമോ? ആത്മഹത്യയെന്ന്. റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, പുനരന്വേഷിച്ചു, പ്രതിയെ പിടിച്ചു. ഒന്ന് ആലോചിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒക്കെ വില എന്താ അന്നേരം. ഇവര് എഴുതി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൊണ്ട് ഇവര് നമ്മുടെ ഈ പറയുന്ന പോലെ ഡോക്ടറോട് പോയി പറയും. ഡോക്ടറോട് ഇതുപോലെ പോയി പറഞ്ഞു കൊടുക്കും. ഡോക്ടർക്ക് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് തൂങ്ങി മരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച് കൊടുക്കും. ഡോക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പോലീസ്? അവരങ്ങനെ ചെയ്തു. അപ്പൊ ഞാനിപ്പോ ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത് കൊണ്ടാണ്. ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ല. കാര്യം അതിജീവിതയാണ്, മരണപ്പെട്ടു പോയി കുട്ടി. ഇതെങ്ങനെയായിരുന്നു മരിച്ചതെന്നറിയോ? കട്ടിൽ മരിച്ചു കിടക്കുകയാണ്. കട്ടിലിൽ ഈ കുട്ടി മരിച്ചു കിടക്കുന്നു. പിന്നെ കയറുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അന്നത്തെ ഞാൻ റിപ്പോർട്ടറാണ്. അപ്പൊ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് പറഞ്ഞു, ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര വിശ്വാസമാണ്, മതവിശ്വാസം ഭയങ്കരമാണ്. അതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു? അഴിച്ച് ഈ കുട്ടി അവിടെ കിടത്തിയെന്ന് പറഞ്ഞു. കട്ടിൽ അവരൊക്കെ വിശ്വാസം, ആത്മഹത്യ ചെയ്തു എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ട് ഇവർ കട്ടിൽ അഴിച്ച് കിടത്തിയാണെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇത് ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ അന്വേഷിച്ചു നോക്കൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഈ കുട്ടി ഇതുണ്ട്, ആത്മഹത്യയാണെന്ന് എഴുതി വെച്ചു. ആത്മഹത്യയാണ് ഇത്. ഒന്നുമില്ല, പീഡിപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ എടുത്ത് ഫ്രണ്ട് ഇട്ട് തരാൻ ധനുഷേ. ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ ധനുഷ് യൂട്യൂബിൽ എടുത്ത് നോക്കിക്കോ. ഞാൻ ആ വീട്ടിൽ ചെന്നയാ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ ബോഡി കട്ടിൽ കിടക്കുക. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന പുറകോശത്തേക്കുള്ള കതക് തുറന്നു കിടക്കുക. അതിന് കുറ്റിയില്ല, അതിന്റെ കുറ്റി പൊളിച്ചിരിക്കുന്നു. ഈ കുട്ടി കിടക്കുന്ന റൂമിൽ നിന്ന് വെളിയിലേക്കുള്ള കുറ്റി പൊളിച്ചിരിക്കുകയാണ്. അതിന് എനിക്ക് സംശയം തോന്നി. ഞാൻ അങ്ങനെ പോലീസിനെ വിളിച്ചു. അന്ന് ആദ്യമല്ലേ ഇവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് പ്രതിയെ പിടിച്ചു. പ്രതിയെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വില എന്താണ്? അതുപോലെയാണ് ഇവിടെ ഏരൂരിലും കേരള പോലീസ് സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെ ഏരൂരിലും കേരള പോലീസ് ഈ കുട്ടിയുടെ ഇഞ്ചുറി ഉണ്ട് ഈ കുട്ടിയുടെ ദേഹത്ത്. 8 ഇഞ്ചുറി ഉണ്ട് ഈ കുട്ടിയുടെ ദേഹത്ത്, ഈ പയ്യന്റെ ദേഹത്ത്. ഇതൊരു ദളിത് കുട്ടി ആയതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഇവരുടെ വീട്ടുകാരോട് ചോദിച്ചു, ഇതിന്റെ FIR എന്ത് ചെയ്യുന്നു ചോദിച്ചു. അറിയത്തില്ല ഈ പാവങ്ങൾക്ക്, ഇവർക്ക് അറിയില്ല. ഞാൻ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഈ ഇൻക്വസ്റ്റ് സമയത്ത് ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇല്ല, അത് നിങ്ങൾക്ക് അറിയില്ല. ഇവരെന്താ ചെയ്തിരിക്കുന്ന അറിയാമോ? ആരോ ഒരാൾ പറഞ്ഞു നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. അതിന് ഇവർക്ക് അഡ്രസ്സ് കൊടുത്തപ്പോൾ ഇവർ ഇത് വീട്ടിൽ ഇരുന്നൊരു കത്ത് എഴുതി ഈ അമ്മയും അച്ഛനും കൂടെ അയച്ചു കൊടുത്തിരിക്കുക മനുഷ്യാവകാശ കമ്മീഷന്.
ഞാൻ ഇവരെ വിളിച്ചോണ്ട് സ്റ്റേഷനിൽ പോയി. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓഫീസിലെ വണ്ടി കയറ്റി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് ലൈവ് ക്യാമറ ഓൺ ആക്കിയിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു പോയി ചോദിക്കാൻ പറഞ്ഞു, FIR ചോദിക്കാൻ പറഞ്ഞു. അടിപൊളി. ലൈവ് ക്യാമറ ഓൺ ആക്കിയിട്ട് കൊടുത്തു. ലൈവ് ബാഗ് ഓൺ ആക്കി, ക്യാമറമാൻ്റെ അടുത്ത് ലൈവ് ബാഗ് ഓൺ ആക്കാൻ പറഞ്ഞു. ലൈവ് ഓൺ ആക്കി. ഞാൻ പറഞ്ഞു പിന്നെ ഓഫീസിൽ വിളിച്ചു, PCR കണക്ട് ചെയ്തു. PCR ഇന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ കയറാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻപുട്ട് ചീഫ് ഉണ്ട്. ആ സ്ഥാപനം വളരെ മാന്യതയുള്ള സ്ഥാപനം. ഇൻപുട്ട് ചീഫ് ഉണ്ട്. കയറാൻ പറഞ്ഞു. എന്നിട്ട് എന്തായത്? പോയി ചോദിച്ചു, FIR ചോദിക്കാൻ പറഞ്ഞു. FIR ചോദിച്ചു, കൊടുത്തു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചോദിക്കാൻ പറഞ്ഞു, കൊടുത്തു. ഇൻക്വസ്റ്റ് സമയത്ത് ഫോട്ടോ വരാൻ പറഞ്ഞു, കൊടുത്തു. ഞാൻ 1.5 മണിക്കൂർ അവിടെ ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് ലൈവ് കയറി. 1 മണിയുടെ റൗണ്ടപ്പാണ്. 1 മണിയുടെ റൗണ്ടപ്പിന് ഞാൻ ഇതുകൊണ്ട് കയറി. റൗണ്ടപ്പ് നമുക്കറിയാലോ, റൗണ്ടപ്പ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ലൈവ് കൊണ്ട് കയറി 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. കൊടുത്തു, ഇവരെല്ലാം കൊടുത്തു. ഞാൻ ഇത് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതി പോകാൻ പറഞ്ഞു. കേരള പോലീസ് വരണ്ടു. ലൈവ് ഓൺ ആക്കി ഒരു ചാനൽ വെളിയിക്കുക, ക്യാമറ ഓൺ ആക്കിയിട്ട്. പക്ഷെ പക അവരെന്നോട് കാണിച്ചു. അവരെന്നെ പക കാണിച്ചു. പിന്നീട് പലതവണ എന്നെ ഉപദ്രവിച്ചു. പലതവണ എന്നോട് വലിയ പക കാണിച്ചു. തുടർച്ചയായിട്ട് എൻ്റെ വണ്ടി പിടിച്ചിട്ടു. തുടർച്ചയായിട്ട് എൻ്റെ 2 വീലർ പലതവണ എൻ്റെ 2 വീലർ ഇവർ പിടിച്ചു വെച്ചു. ഞാൻ ചുമ്മാ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നേ. അപ്പൊ പിടിക്കും. ഞാൻ രാവിലെ ഇറങ്ങി വണ്ടി കൊണ്ട് വെളിയിറങ്ങിപ്പോ എന്നെ പിടിച്ചു നിർത്തും. വെറുതെ ഒരു കാര്യമില്ല. ഞാനിപ്പോ റോഡ് ഇരിക്കുവാന്ന് വെച്ചോ, റോഡ് ഇരിക്കുവാണെങ്കിൽ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. എന്താ ഇവിടെ നിൽക്കുന്നത്, കാര്യം എന്താ? എന്താ ഇവിടെ? ഒരു കാര്യമില്ല, എന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, അതായത് പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, നിർവഹണം തടസ്സപ്പെടുത്തി, അങ്ങനെ ഒരു കേസ് മാർക്ക് എടുക്കാൻ പറ്റും. പിന്നെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് പോലീസ് എന്തെങ്കിലും അന്യായമായിട്ട് കാണിക്കുന്ന സാർ എന്താ അങ്ങനെ കാണിക്കുന്നു ചോദിച്ചാൽ അവനെ പിടിച്ചകത്തിട്ടോ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടോ? ഇങ്ങനെ നമ്മളെ ഉപദ്രവിച്ചു കളയും. എനിക്കറിയാമത്, എനിക്ക് ഈ സാധനം അറിയാം. എൻ്റെ തനിഷ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഞാൻ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു തട്ടുകടയുണ്ട്. ഞാൻ അവിടെ പോയി വടയും ചായ കുടിച്ചു. ഞാൻ ചായയും വടയും കുടിച്ചിട്ട് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് വണ്ടിൻ്റെ അടുത്ത് വണ്ടി ഹെൽമെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അടുത്ത് വരാൻ പറഞ്ഞു. അടുത്ത് വന്നു. അതിൻ്റെ പേപ്പറെല്ലാം ഞാൻ എടുക്കാൻ പറഞ്ഞു. വണ്ടി പേപ്പറെല്ലാം ഞാൻ എടുക്കാൻ പറഞ്ഞു. പേപ്പറെല്ലാം എടുത്തു കൊടുത്തു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. അതെ, ഞാനിത് കേട്ടിട്ടുണ്ട്. അതായത് കേരള പോലീസിന്റെ ബീറ്റ് നോക്കുന്ന ക്രൈം ബീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മാധ്യമങ്ങളിലെ ക്രൈം ബീറ്റ് നോക്കുന്ന സകല പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ എല്ലാം ഫോൺ കേരള പോലീസ് അവരറിയാതെ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് എന്നോട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഫോണ് രാത്രി ഒരു 8 മണി കഴിയുമ്പോഴത്തേക്ക് മീഡിയക്കാരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യും. മീഡിയക്കാരുടെ ഫോണുകൾ ഇവർ ടാപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രമുഖ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നത് നമ്മുടെ നമ്പർ എടുത്ത് വെച്ച് ടാപ്പ് ചെയ്യും. ഇത് കേട്ടോണ്ടിരിക്കുക അവരുടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത്. ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കും. അത് പോട്ടെ, നമുക്ക് ഈ കുട്ടിയിലേക്ക് വരാം. ഈ കുട്ടിയുടെ പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയി ഇവർ. ഞാൻ ഹൈക്കോടതി പോകാൻ പറഞ്ഞു. ഒരു അഡ്വക്കേറ്റിനെ അവർ കണ്ടെത്തി. അവർ ഹൈക്കോടതി നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം വാർത്ത കൊടുത്തു. പിന്നെ ഇത് ഞാൻ തുടർച്ചയായിട്ട് വാർത്ത കൊടുത്തപ്പോൾ ഇത് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചു. പുനരന്വേഷിക്കും ഭയങ്കര കാര്യമായിട്ട് പുനരന്വേഷണം പ്രഖ്യാപിച്ചു പോലീസ്. പുനരന്വേഷണം ഞാൻ വാർത്തയോട് പുനരന്വേഷിക്കട്ടെ. ഞാനിത് പിന്നെയും ഫോളോ ചെയ്തോണ്ടിരുന്നു. അപ്പൊ എന്തുവാ പുനരന്വേഷിക്കുന്ന സാധനം എന്താ അറിയാമോ? ഞാൻ ഈ 2 റിപ്പോർട്ടും എടുത്തുകൊണ്ട് വന്നു. ആദ്യത്തെ എൻക്വയറി റിപ്പോർട്ട്, രണ്ടാമത് പുനരന്വേഷിച്ചപ്പോൾ എൻക്വയറി റിപ്പോർട്ട്. ഇത് മലയാളത്തിലാണ്, ഇത് ഇംഗ്ലീഷിലാണ്. ഇത് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടെന്ന് വെച്ചിരിക്കുക. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നമുക്ക് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, എന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യം, ഒരു ദളിത് ബാലനായതുകൊണ്ടാണോ കേരള ആണ്? അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. പാവങ്ങളാന്ന് ഇവർക്കറിയാം. പാവങ്ങളാണ് ഇവിടുത്തെ പേടിയുള്ളൂ. വേറൊരു ആളെ സംഭവിച്ച അങ്ങനെ വിടുവോ? ഇത്തിരി സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരാൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ അവർ നേരെ അപ്പം തന്നെ അവർ ഹൈക്കോടതി പോക്കളയും. അല്ലെ അവർ നേരെ പരാതി കൊടുക്കും. ഇപ്പൊ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എന്താ ആദ്യം ചെയ്തത്? ഞാൻ DGP പോയി പരാതി കൊടുത്തു. ഞാൻ DGP പരാതി അയച്ചു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട്. ഞാൻ ഇവർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടു. എന്നിട്ട് ഞാൻ ഹൈക്കോടതി പോയി. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ് ഹൈക്കോടതി പോയിട്ടുണ്ട്. കേരള പോലീസ് അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് ഈ പാവങ്ങളോടാണെന്ന്. പാവങ്ങളോട് ഇവരുടെ ഞാൻ ആദ്യമേ പറഞ്ഞ വാക്ക് വീണ്ടും പറയാണ്. മരിച്ചത് പട്ടിയോ പൂച്ചയോ അല്ല, ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനോടാണ് ഇവർ നീതി കാണിക്കാത്തത്. നീതി കാണിക്കണം. നമ്മൾ ഈ കസേരയിരുന്ന് പലപ്പോഴും പോലീസിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരോട് സംസാരിക്കാറില്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ പോലീസിനെ അനുകൂലിക്കും. പക്ഷേ ഈ കാണിച്ചത് നീച പ്രവൃത്തിയാണ്, നീതികേടാണ്.
ഒരു കുഞ്ഞ് അപ്പം നമുക്ക് എങ്ങനെയും മരിക്കാൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കസേര ഇരുന്ന് വേണമെങ്കിൽ തൂങ്ങി മരിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണല്ലോ തൂങ്ങി മരിക്കാം. പക്ഷെ അവിടെ സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അതുപോലെ ആ കുട്ടിക്ക് ഇഞ്ചുറി ഉണ്ട്, ആ കുട്ടിയുടെ ദേഹത്ത് ഇഞ്ചുറി ഉണ്ട്. പിന്നെ കുട്ടി വാഴയുടെ കയ്യിൽ ഇതിങ്ങനെ തൂങ്ങി, ഇവർ പറയുന്നു ഇത് എന്താ പറയുക, തൂങ്ങി മരിച്ചതാണ്. നമ്മളൊന്നും ഒരു വാഴയുടെ കയ്യിലൊന്ന് കയറി ഇരുന്ന് തൂങ്ങി നോക്ക്. നമ്മളെന്തിനാ ഒരു വാഴ കൊല പോലും കൊലച്ചു വരുമ്പോ വാഴ ഒടിഞ്ഞ് താഴേക്ക് വരും, വാഴ ഒടിഞ്ഞ് താഴെ പോകും. അത് 30 കിലോ പോലും ഇല്ലാത്ത ഒരു വാഴ. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ സാമാന്യ ബോധം പോലെ എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ വാഴ പോകുന്നുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇതിന് ഈ ഒത കൊടുത്ത് നിർത്തില്ല, ഒടിഞ്ഞു പോകും. കൊലച്ചു വരുമ്പോ ഇത് ഒടിഞ്ഞു പോക്കളല്ലേ. ഈ സാധനത്തിലാണ് ഒരു കുഞ്ഞ് മരിച്ചു എന്ന് ഇവർ എഴുതി കേസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താണ്? ഹൈക്കോടതി പോയി. ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പുനരന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹൈക്കോടതി പോയിരിക്കണം. പക്ഷെ അവർക്ക് അതിനുള്ള സാമ്പത്തികമില്ല. കൂലിപ്പണിയാ. അമ്മയും കൂലിപ്പണിയാ, അച്ഛനും കൂലിപ്പണിയാ. പിന്നെ ഒരു സഹോദരനുണ്ട്. ആ കുട്ടി ഈ ചെറിയ വണ്ടിയിലൊക്കെ, മീൻ വണ്ടി ഉണ്ടല്ലോ, അതിലോ മറ്റോ പോവാണ്. നല്ല മനുഷ്യരാണോ. മീൻ വണ്ടി പോവാണോ? അല്ല, മൂത്താള് മീൻ വണ്ടിയിൽ പോകും. ഞാൻ പറഞ്ഞു അവര് സാമ്പത്തികം വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നല്ല മനുഷ്യരാണെന്നേ, നല്ല പാവങ്ങളാ, വെറും പാവങ്ങളാ. ഞാൻ മിക്കപ്പോഴും ഇവരെ കാണാറുണ്ട്. ഞാൻ പലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ബൈക്ക് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം പിതാവ് നടന്നു വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടെ ഞാൻ പുള്ളിയും കയറ്റിക്കൊണ്ടുപോകും. അപ്പം എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും, എന്നോട് പറയും ഞാൻ ഇതുപോലെ ഹൈക്കോടതി പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇവിടുത്തെ ഒരു ഇതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു മാധ്യമം എന്ത് ചെയ്ത് പണിയെന്നറിയാമോ? ഞാൻ ഈ വാർത്ത തീ പിടിപ്പിച്ചുകൊണ്ട് വരുവാ. ഒരു മാധ്യമം ഇതെടുത്ത് തിരിച്ച് ചർച്ച ചെയ്തു. ഒരു മാധ്യമം ഇവിടെ എടുത്ത് തിരിച്ചു വെച്ച് ചർച്ച ചെയ്ത് കളഞ്ഞു. പോലീസിന് അനുകൂലമായിട്ട് ചർച്ച ചെയ്തു. പോലീസ് അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം വാളയാർ പെൺകുട്ടികളുടെ കേസ് പോലും സർക്കാരിന് അനുകൂലമായിട്ട് ചർച്ച ചെയ്യുന്ന മാധ്യമ അടിമകള് മുടിയില്ലാത്തൊരു മനുഷ്യൻ ചർച്ച ചെയ്തു. മുടിയില്ലാത്തൊരു മനുഷ്യൻ ഒരു പ്രോഗ്രാം എന്നും പറഞ്ഞ് അരമണിക്കൂർ ഈ സാധനം എടുത്തിട്ടു. അപ്പൊ എനിക്ക് വലിയ കാര്യമായി. അപ്പൊ ആ മനുഷ്യനെ കാണാൻ ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മളെപ്പോലൊന്നുമല്ല. എന്നെയൊന്നും ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടും എന്നെ ഒന്നും ആർക്കും അറിയില്ല. ഇത്രയും വരെ അതുകൊണ്ട് ഒരു ദശാബ്ദത്തിൽ കൂടുതൽ ഞാൻ വർക്ക് ചെയ്തു. എന്നിട്ട് എത്ര പേർക്ക് അറിയാം? ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴല്ലേ ആൾക്കാർ ഞാൻ ഒരു റിപ്പോർട്ടർ ആയിരുന്നു, ഇത് ഏത് ചാനലിലെ റിപ്പോർട്ടർ ആയിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്ത് തരാറുണ്ട്. പക്ഷെ ആ മനുഷ്യനെയൊക്കെ കാണാൻ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഈ വിഷയമാണ് ഇടുന്നതെന്ന് വെച്ച് കണ്ടപ്പോൾ ഞാൻ അവർക്ക് നീതി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു ചെയ്യാന്ന് പറയുമ്പോൾ ആ കുട്ടി തൂങ്ങി മരിച്ചാണെന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ ആ മനുഷ്യൻ ഉത്തരേന്ത്യയിലായിരുന്നു നടന്നതെങ്കിൽ നേരെ തിരിച്ചു വെച്ചു കൊടുത്താനെ പുള്ളി. പുള്ളി നേരെ തിരിച്ചു വെച്ചു കൊടുക്കും. വാ തുറന്ന നുണ മാത്രം പറയുന്ന ഒരാളല്ലേ. എനിക്ക് ആളെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണ്. ഇനിയിപ്പോ ഈ കോടതിയിൽ ഈ കേസ് എന്താകും? തള്ളിപ്പോകും? അല്ല, കോടതിയിൽ തുടർച്ചയായിട്ട് പോകണം. കോടതി നീതി കൊടുക്കും. നമ്മുടെ ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നല്ല മനുഷ്യരാണ് ജഡ്ജിമാര്. നമുക്കെന്താണെന്നറിയോ, പക്ഷെ കോടതി നീതി കൊടുക്കണമെങ്കിൽ കേരള അതുപോലെ വാദിക്കണം. ബേസ് കേരള പോലീസാണ്. കേരള പോലീസ് അന്വേഷിച്ചു കുറ്റപത്രത്തിൽ എന്താണെന്ന് എഴുതി ആ കുറ്റപത്രമാണ് കോടതി വായിക്കുന്നത്. കേരള പോലീസ് ഇത് ആത്മഹത്യയാണ്, ഇവിടെ യാതൊരുവിധ പ്രശ്നമില്ല, എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു സങ്കടകരമായിട്ടൊരു സംഭവം പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ ഈ എറണാകുളത്ത് ഒരു പെൺകുട്ടി മരിച്ച് അതിലേക്ക് ഉൾപ്പെട്ട് പ്രശ്നമായതാ. ആ ഉദ്യോഗസ്ഥൻ ആ പെൺകുട്ടിയെ അടിക്കാൻ ശ്രമിച്ചു. എണ്ണീറ്റ് അടിക്കാൻ ഭർത്താവും ആ പെൺകുട്ടിയായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്തെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ ചെന്ന ഈ പെൺകുട്ടി അടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായി. പുള്ളിയെ ലോ ആൻഡ് ഓർഡറിൽ ഇപ്പോൾ എടുത്ത് കളഞ്ഞു. ലോ ആൻഡ് ഓർഡർ പുള്ളി ഇത് പണിയെന്നറിയാമോ? ഈ പോലീസ് ഇങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ട്. നല്ല മനുഷ്യരുണ്ട് പോലീസിൽ, നല്ല സ്നേഹമുള്ള. ഒരു മനുഷ്യന്റെ വിഷമം കണ്ടു കഴിഞ്ഞാൽ ഇടപെടുന്ന. കടക്കിലൊക്കെ ഒരു SI ഇരിപ്പുണ്ടായിരുന്നു, കൊല്ലം കടക്കിലൊക്കെ. എന്ത് നല്ല ഗംഭീര മനുഷ്യൻ. ഉത്സവത്തിനൊക്കെ ചെന്നിരിക്കുമ്പോൾ ആ മനുഷ്യൻ നമ്മുടെ തോന്നിട്ട് തോളയിലൊക്കെ തട്ടും. എന്ത് വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന എന്തിനാടാന്ന് പറയും, തുള്ളടാന്ന് പറയും. നമ്മള് അല്ല, കേരള പോലീസ് ഞാൻ കണ്ടിട്ടുള്ള കേരള പോലീസ് പോലും CIകളും SIകളായിരുന്നാലും ശരി തന്നെ ഒരു വിഷയവുമായിട്ട് ചെല്ലുമ്പോൾ അവർ ആ വിഷയത്തിന്റെ ആന്തരികമായിട്ടുള്ള ഉള്ളു മനസ്സിലാക്കിയിട്ട് അവരപ്പം തന്നെ അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം. ഇത് കോടതിയിലും കേസൊന്നും ആക്കേണ്ട കാര്യമില്ല, ഇത് ഇത്രയേ ഉള്ളൂ കേസ്, നിങ്ങൾ എന്തിനാ? ഇങ്ങനെയുള്ള നല്ല മനുഷ്യരുണ്ട്. പക്ഷെ ഇവർക്കിടയിലെ പുഴുക്കുത്തുകളുണ്ട്. ഈ പുഴുക്കുത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ പുഴുക്കുത്ത് ചെയ്ത പണി എന്താണെന്നറിയാമോ? ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇയാൾ അഞ്ചൽ സ്റ്റേഷനിലെ CI ആണ്. അഞ്ചൽ സ്റ്റേഷനിൽ CI ആയിരിക്കുന്ന സമയം ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇയാളുടെ വീട് കടക്കലാണ്. ഇയാൾ എന്താ അറിയാമോ? കടക്കൽ ഇയാളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഈ CIയുടെ SHOയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. പുള്ളി വീട് പണി കളഞ്ഞിട്ട് വരാൻ വയ്യ പുള്ളിക്ക്. പുള്ളി എന്താ അറിയാമോ? അഞ്ചലിൽ നിന്നുള്ള ബോഡിയെ കടക്കെ വിളിച്ചു വരുത്തി.
ബോഡിയെ വിളിച്ചു വരുത്തി. ബോഡിയെ ആംബുലൻസിൽ ബോഡി അവിടെ ചെന്നു, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അവിടെ ഇരുന്ന് ഒപ്പിട്ടു. എന്നിട്ട് അത് നിലമേ വഴി തിരുവനന്തപുരത്തേക്ക് വിട്ടു. അഞ്ചലിൽ നിന്ന് ആയൂര് വന്ന് ആയൂരിൽ നിന്ന് നേരെ പോയാൽ മതി. അഞ്ചലിൽ നിന്ന് ആംബുലൻസ് നേരെ ആയൂര് വരണം, ആയൂരിൽ നിന്ന് ഇടത്തേക്ക് തിരിച്ച് നിലമേല് വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജ് അങ്ങനെ പോകേണ്ട ബോഡി എന്ത് ചെയ്യുന്നു അറിയാമോ? നേരെ അഞ്ചലിൽ നിന്ന് കോട്ടുകൽ വഴി കടക്കി വിളിച്ചു വരുത്തി. നാലോചിച്ചു, മൃതശരീരത്തെ അപമാനിക്കുക, മൃതശരീരത്തെ അപമാനിക്കുക, അതാണ് ചെയ്ത പ്രവൃത്തി. പുള്ളി ചെയ്ത പ്രവൃത്തി. പിന്നെ പുള്ളിക്കെതിരെ ഒരുപാട് റിപ്പോർട്ടുണ്ട്, ഒരുപാടുണ്ട്. SDPA സഹായിക്കുന്നു റിപ്പോർട്ടുണ്ട്. SDPA സഹായിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുള്ളിക്കെതിരെ ഉണ്ട്. SDPA സഹായിക്കുന്നു, SDPAക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. PR ഓപ്പൺ ആണ്, PR ഓപ്പണായി കിടക്കുക പുള്ളിക്കെതിരെ. പണിഷ്മെന്റ് റൂൾ, പോലീസ് ഇങ്ങനെ സാധനമുണ്ട്. PR SDPA സഹായിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ പിരിച്ചുവിട്ടിട്ടുണ്ടല്ലോ. പിരിച്ചുവിട്ടുണ്ട്. ഇതിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. കേസ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ ഇതിന് ഇടയ്ക്കുണ്ടെന്നേ ഒന്ന് ആലോചിച്ച് നോക്ക്. ധനുഷിന്റെ ഈ കേസ്, എരൂരിലെ ഈ കേസ്, ആ ബാലന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പോലും ചിലപ്പോ ഇപ്പോഴാണ് എല്ലാവരും കേൾക്കാൻ മനസ്സിലാക്കാൻ പോകുന്നത്. അവര് പലരും ഇപ്പോഴായിരിക്കും പല കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴാണല്ലോ നമ്മൾ ഈ കസേരയിലിരുന്ന് സംസാരിക്കുന്നത് വർഗീയതയാണെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വലിയൊരു ജനക്കൂട്ടമുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യമാണ്, ഫാക്റ്റാണ്. നമ്മളിരുന്ന് പറയുന്നത് വസ്തുതകളാണ് നമ്മളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഏരൂരിലെ ആ 15-കാരന് നീതി കിട്ടും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, കേരളത്തിലെ പോലീസിൽ ഇപ്പോഴും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം സ്കോട്ട്ലാൻഡ് യാർഡിനെക്കാട്ടിലും മികച്ച രീതിയിലാണ് കേരളത്തിലെ പോലീസ് നല്ല ഗംഭീരമായി പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ സിറ്റി ഷാഡോയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. സിറ്റി ഷാഡോയെ കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ? നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അടിപൊളി ഉദ്യോഗസ്ഥരുണ്ട്, രക്ഷയില്ലാതെ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ ഒരു ലേഡി, ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു ലേഡി തുടർച്ചയായിട്ട് പോലീസിനെ കറക്കിയെടുക്കാൻ ശ്രമിച്ചു, അറിയോ? പിന്നെ നിരന്തരം പോലീസുകാരെ ഒരു മന്ത്രിയെ കറക്കിയെടുക്കാൻ ശ്രമിച്ചു. ഓഡിയോ ഒക്കെ പുറത്തു വന്നു. ഒരു മന്ത്രി ഇവിടെ കുറച്ച് ഫോട്ടോകൾ കിടക്കണമായിരുന്നു. അപ്പൊ ഈ സ്ത്രീ ചെയ്ത പണി എന്താ പറയാ? സ്ത്രീയെ പിടിക്കാൻ പറ്റൂല. പിന്നെ വേറെ ഏതോ കേസിലാണ് ഒന്ന് തൊടാനില്ല. ഇവര് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം പൂയപ്പള്ളി സ്റ്റേഷനിലായിരുന്നു. എന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ നശിപ്പിച്ചത് ഈ സ്ത്രീ. എന്തായാലും ആ സ്ത്രീയെ കുറിച്ചുള്ള ഒരു വിശദമായ എപ്പിസോഡ് നമുക്ക് അടുത്തിരുന്ന് ചർച്ച ചെയ്യണം കേട്ടോ. ഇവരെന്റെ മുന്നിൽ വന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഇവരെന്റെ മുന്നിൽ ഒരു ദിവസം വൈകിട്ട് 5 മണിക്ക് ഇവരെന്റെ മുന്നിൽ വന്നു. അത് നമുക്ക് അടുത്തതിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഈ കേരള പോലീസിൽ നമുക്ക് വിശ്വാസം, ഈ കുട്ടിയുടെ കാര്യം അറിഞ്ഞിരിക്കണം, കേരളം അറിഞ്ഞിരിക്കണം. ഈ ചർച്ച കാണുന്നവർ ഈ വിഷയം ചർച്ച ചെയ്യണം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.